അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടാൻ വേണ്ടി അയാള് 9 മാസത്തോളം പരിശ്രമിച്ചു. 9 മാസം ജയിലിന്റെ അഴികൾ രാഗിക്കൊണ്ടിരുന്നു. അതിനുള്ള ആയുധം അയാൾക്ക് ലഭിച്ചിട്ടുള്ളത് ജയിലിൽ വന്ന മരപ്പണിക്കാരിൽ നിന്നാണ്. മാത്രവുമല്ല, ഡോക്ടറോട് ചോറ് കഴിക്കാൻ കഴിയില്ല എന്ന് എഴുതി വാങ്ങിയതിന് ശേഷം 3 നേരം അയാൾക്ക് ചപ്പാത്തിയാണ് ഭക്ഷണമായി നൽകിയിരുന്നത്. അങ്ങനെ അയാളുടെ ശരീരം ഭാരം കുറച്ചുകൊണ്ട്, ശോഷിപ്പിച്ചുകൊണ്ട് കമ്പിയിലൂടെ അയാൾക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞത്. ഇതിനൊക്കെ പ്രേരിപ്പിച്ച ഒരു സംഘത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം കുർവാ സംഘമാണ് അതിനെ പ്രേരിപ്പിച്ചത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ നൗഷാദ് കുരുവട്ടൂരി EK വിഭാഗം സമസ്തയുടെ നേതാവായിരിക്കുകയാണ്. EK സമസ്തയുടെ പ്രസിഡന്റ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ്. അദ്ദേഹം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയും വഹാബിസത്തിൽ അകപ്പെട്ടുപോയി. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ കാലഘട്ടത്തിലെ സലാം സുല്ലമിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സയ്യിദുൽ ഉലമ പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞ അതേ ആശയാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പട്ടിക്കാടേക്ക് എന്നെ രക്ഷപ്പെടുത്തണം, എനിക്കൊരു ഇടം തരണം, ഞങ്ങളുടെ അടുപ്പും കല്ലുകൾ കുഴിച്ചിടാൻ ആരും സ്ഥലം അനുവദിച്ചു തരുന്നില്ല, ഞങ്ങൾ AP സമസ്തയിൽ നിന്ന് പുറത്തിറങ്ങിയും പോയി മറ്റൊരിടത്തേക്ക് കുടിയേറി പാർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ആകെ ബേജാറിലാണ്, ഒറ്റപ്പെട്ടിട്ടാണുള്ളത്, അതുകൊണ്ട് നിങ്ങളെങ്കിലും ഞങ്ങളെ കാപ്പാക്കണേ സുഹാബികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹാബികൾ അടുത്തേക്ക് പോയത്. ഭാവിയിൽ സുഹാബികൾ ഒരു പണ്ഡിത സഭയൊക്കെ രൂപീകരിച്ചാൽ അവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി ചമയാം എന്നൊക്കെ മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് സാധു നൗഷാദ് പട്ടിക്കാടേക്ക് പോയത്. പട്ടിക്കാടേക്ക് പോയപ്പോഴുള്ള ആവേശമൊന്നും തിരിച്ചു വരുന്നേരം കണ്ടില്ല. അതിന് കാരണം പട്ടിക്കാട് നിന്ന് ആട്ടി ഓടിച്ചു ഞങ്ങളുടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ വഹാബി എന്ന് വിളിച്ച, സലാം സുല്ലമിയോട് ഉപമിച്ച, നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനോ, പൊയ്ക്ക അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അവിടെ നിന്ന് മ്ലാനതയോടുകൂടി പുറത്തിറങ്ങിയ നൗഷാദ് ചെയ്തിട്ടുള്ളത്, ചാനലുമായി ബന്ധപ്പെട്ട് ഞാൻ EK വിഭാഗവുമായി സംസാരിച്ചു, EK വിഭാഗം സമസ്തയുടെ നേതാവാണ് ഞാനിപ്പോൾ എന്ന് ആ ചാനലുകാരനോട് പറഞ്ഞിട്ടാവണം അയാൾ അങ്ങനെ പറയാൻ കാരണം. അല്ലാതെ നൗഷാദിനെ അയാൾക്കറിയില്ലല്ലോ. ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും AP ഉസ്താദിനെയൊക്കെ അയാൾക്കറിയാം, നൗഷാദിനെ അയാൾക്കറിയില്ല. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കാന്തപുരത്തിനെതിരായി പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ് EK വിഭാഗം നേതാക്കൾ. അഹ്സനി ഉസ്താദിന്റെ ഒക്കെ പരമ്പരകൾ, പ്രഭാഷണങ്ങൾ വരുന്നുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, EK വിഭാഗം സമസ്തയുടെ നേതാവാണ്. കാന്തപുരത്തിനെതിരെ EK വിഭാഗം സമസ്ത പരമ്പര ഇറക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇയാൾ തട്ടിവിടുന്നത്. ഇത് നൗഷാദ് പറഞ്ഞു കൊടുത്തിട്ടാവാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഗോവിന്ദസ്വാമിയെ
ജയിൽ ചാടാൻ പ്രേരിപ്പിച്ച ആ കുറുവ സംഘത്തെയും ഒന്ന് കാണാം. അപ്പോൾ അതാണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു നിമിഷപ്രിയാണ് പെണ്ണിൻ്റെ പേരിൽ ആ പെണ്ണിന് മാപ്പ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതിനെന്താ ആർക്കാ പ്രയാസം? അത് നിമിഷപ്രിയക്ക് മാത്രമല്ല, നമ്മൾ ഗോവിന്ദചാമിക്കും. എന്താ അയാളും മനുഷ്യരോടൊപ്പം തന്നെ, അയാൾ മൃഗമൊന്നുമല്ലല്ലോ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.